കമ്പാരിസൺസും കംപ്ലയിൻസും മാത്രം. അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പഠിക്കുന്ന കണ്ടില്ലേ? ഒരു ചെറിയ കഥ കേൾക്കാം. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കൂട്ടുകാർ, പക്ഷേ ജീവിതത്തിൽ ഒരാൾ എവിടെയും ഒരാൾ എവിടെയായി. നമുക്കൊന്ന് കാരണം നോക്കാം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ ശരിക്കും ശോകം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ് ഉള്ള പേരൻസ്. ഇറ്റ് ക്യാൻ ബി മൊബൈൽ, ആൽക്കഹോൾ, എക്സെട്ര. കമ്പാരിസൺസും കംപ്ലയിൻസും മാത്രം. അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പഠിക്കുന്ന കണ്ടില്ലേ? ഐ വിഷ് ഐ ഹാഡ് സച്ച് എ ചൈൽഡ്, എനിക്ക് അങ്ങനത്തെ ഒരു കൊച്ചു മതിയായിരുന്നു, എക്സെട്ര എക്സെട്ര. ഈ കുഞ്ഞിൻ്റെ കോൺഫിഡൻസ് എവിടെ പോകും? താഴേക്ക് പോകും. ആൻഡ് ഇത് തന്നെ സംഭവിച്ചു. അയാളൊരു വേറൊരു സോണിലേക്ക് മാറി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യമോ? വീട്ടിലെ എൻവയോൺമെൻറ്റും സൊസൈറ്റിയിലെ എൻവയോൺമെൻറ്റും സൂപ്പർ. എന്തിനും ഏതിനും സപ്പോർട്ടുള്ള പേരൻസ്. ഇങ്ങനൊരു എൻവയോൺമെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിൽസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ബെറ്റർ ആവുന്നു. അങ്ങനെ അദ്ദേഹം വേറൊരു ലെവലിലേക്ക് എത്തി. ഒരു ചെടിക്ക് വളരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്? അതിന് ചുറ്റിനുമുള്ള മണ്ണ്, അല്ലേ? സെയിം വേ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. വല്ലപ്പോഴും ഒരു കോംപ്ലിമെൻറ്റ് മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരോട് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ദാറ്റ് മാറ്റേഴ്സ്. സോ ലെറ്റ്സ് ബിക്കം ദ റോൾ മോഡൽ.